പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പരീക്ഷകൾ ആരംഭിക്കുന്ന ദിവസം ഒരു കഥ കേൾക്കൂ. തുണ്ടെടുത്തു വേണ്ട. ചില്ലാരംകാട്ടിൽ മൃഗക്കുട്ടികൾക്കായുള്ള പള്ളിക്കൂടത്തിൽ ആന, സിംഹം, മാൻ, മുയൽ, കുരങ്ങൻ മുതലായ മൃഗക്കുട്ടികളും പക്ഷികളും പഠിച്ചിരുന്നു. പരീക്ഷയുടെ തലേ ദിവസം ഹെഡ് മാസ്റ്റർ ആനന്ദനാന കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നാളെ പരീക്ഷ ആരംഭിക്കുകയാണ്. എല്ലാവരും നന്നായി പഠിച്ച് തയ്യാറായി വേണം വരാൻ. യാതൊരു ക്രമക്കേടുകളും അനുവദിക്കില്ല. കള്ളത്തരം കാണിക്കുന്നവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല. കൃത്യമായി പാഠങ്ങൾ പഠിച്ച് തയ്യാറായ കുട്ടികൾ സന്തോഷത്തോടെ പറഞ്ഞു, ശരി സാർ, ഞങ്ങൾ തയ്യാറായി വന്നോളാം. ഉഴപ്പന്മാരും ഉഴപ്പികളും അത് കേട്ട് മനസ്സിൽ പറഞ്ഞു, പഠിക്കാനൊക്കെ ആർക്ക് നേരം? തുണ്ടുകടലാസും ഗൈഡ് കഷ്ണവും കൊണ്ടുവരാം. കുറുക്കൻ കുട്ടിയായ ലുട്ടു പറഞ്ഞു, അത് ഞാനേറ്റു. ചിമ്പുക്കുരങ്ങന് 100 വട്ടം സമ്മതം. മറ്റു കുട്ടികൾ രാത്രി മുഴുവനും ഉത്സാഹത്തോടെ പഠിച്ച് രാവിലെ എഴുന്നേറ്റ് അതിലും ഉത്സാഹത്തോടെ പരീക്ഷ എഴുതാൻ പുറപ്പെട്ടു. സൂത്രവിദ്യക്കാർ കോപ്പി അടിക്കാനുള്ള തുണ്ടുകടലാസുകൾ തയ്യാറാക്കി. ഡിപ്പുക്കുരങ്ങനും ചിപ്പിക്കാക്കയും തമ്മിൽ പറഞ്ഞു, ഞാനൊന്നും പഠിച്ചിട്ടില്ല, എങ്കിൽ ഒരു പേടിയും എനിക്കില്ല, നമുക്ക് കോപ്പി അടിക്കാന്നേ. എല്ലാവരും പരീക്ഷാ ഹാളിൽ കൃത്യസമയത്ത് എത്തിച്ചേർന്നു. ചിണ്ടപ്പനാന മാഷ് കർശനമായി പറഞ്ഞു, ഇവിടെ കോപ്പി അടിക്കൽ അനുവദനീയമല്ല. കോപ്പി അടിച്ച് ജയിക്കാമെന്ന് കരുതി വന്നവർ എത്രയും വേഗം സ്ഥലം കാലിയാക്കിക്കോ. പരീക്ഷ ആരംഭിച്ചു. കുറുക്കൻ കുഞ്ഞ് കണ്ണുമിഴിച്ച് അടുത്ത പേപ്പറിലേക്ക് നോക്കിയിരുന്നു. കുരങ്ങൻ ചുറ്റും നോക്കി. കാക്ക കഴുത്ത് നീട്ടി നോക്കി. മാഷിന്റെ കണ്ണു തെറ്റുമ്പോൾ സൂത്രവിദ്യ നോക്കാമെന്ന് കരുതിയ അവരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് മാഷ് കണ്ണു തുറിച്ച് കാവലിരുന്നു. സഹികെട്ട കുറുക്കൻ തുണ്ടുകടലാസ് പുറത്തെടുത്തു. എന്നിട്ട് കാക്കയ്ക്കും കുരങ്ങനും ഓരോ കഷ്ണങ്ങൾ കൊടുത്തു. മാഷ് 3 പേരെയും തുണ്ട് സഹിതം പിടികൂടി. കൊള്ളാം, നല്ല പരിപാടി. അപ്പോഴേ ചങ്ങാതിമാരിന്ന് പരീക്ഷ എഴുതണ്ട, അദ്ദേഹം പറഞ്ഞു. നാളെ മുതൽ പഠിച്ച് നന്നായി വരണം, മിടുക്കന്മാരാവണം. കുറുക്കനും കുരങ്ങനും കാക്കയും ലജ്ജിച്ചു. അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ കോപ്പി അടിക്കില്ല, സ്വയം പഠിച്ച് പരീക്ഷ എഴുതാം. പിറ്റേ ദിവസം മുതൽ അവർ ദിവസേന പഠിച്ചു. മുയലും മാനും നേരത്തെ സ്കൂളിലെത്തി അവരെ സഹായിച്ചു. അടുത്ത പരീക്ഷ ദിവസം എല്ലാവരും ആത്മവിശ്വാസത്തോടെ ഹാളിലെത്തി ആവേശത്തോടെ പരീക്ഷ എഴുതി. അധ്യാപകൻ സന്തോഷത്തോടെ പറഞ്ഞു, സ്വയം പഠിച്ചെഴുതുക, അതാണ് യഥാർത്ഥ വിജയം. തുണ്ടുകടലാസുകൾ വേണ്ടേ വേണ്ട. കുട്ടികൾ തലകുലുക്കി സമ്മതിച്ചു.